ഇനി നമ്മൾ നോക്കുന്ന 24ാമത്തെ ചോദ്യമാണ്. അപ്പൊ നമ്മളുടെ ചോദ്യം ഇതാണ് മക്കളെ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 raised to x minus x square where x belongs to R if m and n are respectively the number of points at which the curves y equal to f of x and y equal to f dash x intersect the x axis. Then the values of m plus n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമ്മളോട് പറഞ്ഞിട്ട് എം എൻ, എന്താണ് ഈ എം എൻ ഇവിടെ തന്നിരിക്കുന്നത്? എം എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് എക്സ് ആക്സിസും എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് എഫ് ഡാഷ് എക്സ് വിത്ത് എക്സ് ആക്സും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്കിത് ഗ്രാഫിക്കലി വരച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ആൻസർ കിട്ടും. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു നമുക്ക് 2 raised to x minus x square എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ദാണ്ട് എങ്ങനെ എഴുതാൻ പറ്റും? 2 raised to x minus x square ഈക്വൽ ടു 0. ദെൻ 2 raised to x ഈക്വൽ ടു x square എന്ന് കിട്ടും. നമുക്ക് രണ്ട് ഫംഗ്ഷൻസ് അല്ലെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇതിന്റെ സൊല്യൂഷൻസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദിസ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് y ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് ആണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇത് ഗ്രാഫിക്കലി ഒന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാ നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? 2 raised to എക്സിന്റെ ഗ്രാഫ് വേണം. ദെൻ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് വേണം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഫസ്റ്റ് ഞാൻ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞത് ഇങ്ങനെയാണെന്ന് വെച്ചോ. എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കുന്നത്. ദെൻ അടുത്ത എന്താണ്? 2 raised to എക്സിന്റെ ഗ്രാഫ് അല്ലെ. 2 raised to എക്സിന്റെ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ വന്നിട്ട് ദാണ്ടെ ഇങ്ങനെ പോകും കേട്ടോ. 2 raised to എക്സിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ദാണ്ടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ദെൻ ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്പർ ഓഫ് സൊല്യൂഷൻസ് എത്രയുണ്ടെന്ന്. നമുക്ക് ദാണ്ടെ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റുമാണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ അതെങ്ങനെയാണ് മനസ്സിലായെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നോക്കിക്കേ, ഇപ്പം 2 raised to എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയൊക്കെ ഇത് പോസിബിൾ ആണ്, അല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് 2 പോസിബിൾ ആണ്. കാരണം എന്താണ്? 2 raised to 2 ഈക്വൽ ടു 2 raised to 2 കറക്റ്റ് അല്ലേ വരുന്നത്? അപ്പൊ എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് കിട്ടും. ക്ലിയർ ആണല്ലോ? അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്തത് ഏതാണ്? 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. നോക്കിക്കേ, 2 raised to 4 എന്ന് പറയുന്നതും ദെൻ 4 raised to 2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 4ഉം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ് ആണ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത്. ദെൻ ഈ പോയിന്റ് ആണ് നമുക്ക് എക്സ് ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. ദെൻ ഈ നെഗറ്റീവ് സൈഡിൽ നമുക്ക് ഒരു റൂട്ട് വരുന്നുണ്ട്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ടോട്ടൽ എത്ര റൂട്ട്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ എത്ര സൊല്യൂഷൻസ് വരുന്നുണ്ട്? നമുക്ക് 3 സൊല്യൂഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എം എന്ന് പറഞ്ഞ എന്താ കിട്ടുന്നത്? എം ഈക്വൽ ടു നമുക്ക് 3 എന്ന് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിൽ നമ്മൾ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇനി നോക്കേണ്ടത് എന്താണ്? ഇപ്പൊ എഫ് ഓഫ് എക്സിന്റെ നമുക്ക് കിട്ടി. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി നമുക്ക് എന്ത് വേണം? എഫ് ഡാഷ് എക്സ് അല്ലെ. അതാണ് എൻ എന്ന് പറഞ്ഞത്. എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് സൊല്യൂഷൻ ഓഫ് എഫ് ഡാഷ് എക്സ് വിത്ത് എക്സ് ആക്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് എക്സ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അപ്പം എഫ് ഡാഷ് എക്സ് പറയുമ്പോൾ നമുക്കറിയാം 2 raised to എക്സും ദെൻ എക്സ് സ്ക്വയറും ആണ്. അപ്പൊ ഇത് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എഫ് ഡാഷ് എക്സ് നമുക്ക് കാണുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും? 2 raised to എക്സ് log 2 minus 2x equal to 0 എന്ന് വരും. അപ്പൊ നമുക്കിത് 2 raised to x log 2 equal to 2x എന്ന് വരും. നോക്കി, ഇവിടെ രണ്ട് ഫംഗ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നോക്കിയേ, ഇത് y equal to 2x എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്? സ്ട്രൈറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ ആണ് അല്ലെ. അപ്പൊ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ദെൻ ഇത് അടുത്ത ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യാൻ പോവാണ്. നോക്കിക്കേ എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് y ഈക്വൽ ടു 2x എന്ന് പറയുമ്പോഴത്തേന് അത് ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത നോക്കിയേ, 2 raised to x log 2. ആ ഗ്രാഫ് എങ്ങനെയായിരിക്കും നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്? ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഇവിടുന്ന് വന്ന് നമുക്ക് തന്നെ ഇങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് ഇന്റർസെക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്ര സൊല്യൂഷൻസ് ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം n ഈക്വൽ ടു എത്ര വരും? നമുക്ക് 2 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ സാധനമാണ്. നമുക്ക് ഗ്രാഫിക്കലി ഇങ്ങനെ പറയുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതിന്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. ദെൻ നമുക്ക് വേണ്ടത് m+n ആണ് അല്ലെ. m+n എന്ന് പറയുമ്പോഴത്തേനും 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇതാണ് നമ്മുടെ ആൻസർ.